ഹായ് ഗൈസ്, നമ്മളിന്ന് ഉള്ളത് ബാംഗ്ലൂർ മാൾ ഓഫീഷ്യലാണ്. അത് കാണിച്ചു കൊടുത്തോ. അപ്പോൾ നമ്മൾ ഇവിടെ വന്നതിനുള്ള പ്രത്യേക ഒരു കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള യൂട്യൂബേഴ്സിനും അതുപോലെ തന്നെ വീഡിയോ ക്രിയേറ്റേഴ്സിനൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി പറ്റിയിട്ടുള്ള ഒരു ബ്ലൂടൂത്ത് മൈക്ക് അൺബോക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഇതാണ് സാധനം, നമ്മുടെ ഡിജിടെക്കിൻ്റെ 2-in-1 വയർലെസ് മൈക്രോഫോൺ സിസ്റ്റം എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഗൈസ് നമ്മളിതിൻ്റെ അൺബോക്സ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇതിൻ്റെ ഫ്യൂച്ചേഴ്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് 100 mAh ബാറ്ററി ഇതിന് വരുന്നത്. 30 to 50 മീറ്റേഴ്സ് എന്നാണ് ഇതിൻ്റെ ഡിസ്റ്റൻസ് കിട്ടുമെന്നാണ് പറയുന്നത്. അതിൽ തന്നെ ഇങ്ങനെ ഒരു ഓപ്പൺ സാധനമാണ് കേട്ടോ. ഇത് ഓപ്പൺ ചെയ്യുന്നു, അടിപൊളി ഒരു സംഭവം. ഇതിലാദ്യം ഇതാണ് നമ്മുടെ ആദ്യം ആക്സസറീസ് എടുക്കാമല്ലോ. എന്നാലും ആക്സസറീസ് ഒന്നും വേണം. ഇതാണ് നമ്മുടെ ആക്സസറീസ്. നമുക്ക് കിട്ടിയിരിക്കുന്ന ഇതുപോലൊരു ബോക്സിലാണ്. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പൗച്ച് കിട്ടുന്നുണ്ട്. എടാ എന്നെ കൂടെ എടുത്തോ. പൗച്ചിലുള്ളത് ഇതുപോലെ നോയിസ് ക്യാൻസലേഷൻ ചെയ്യാനുള്ള സംഭവമില്ലേ, മറ്റേ വിൻഡൊക്കെ, അത് കളയാനുള്ള 2 സാധനം. പിന്നെ സി ടൈപ്പ് ചാർജറാട്ടോ ഇതിന് വരുന്നത്. പിന്നെ രണ്ടാമത്തെ നമ്മുടെ ഐഫോണിലേക്ക് കണക്ട് ചെയ്യാനുള്ള ലൈറ്റ്നിങ് കണക്ടർ. ഇത്രയൊക്കെ തന്നെയുള്ള ഈ സാധനത്തിൽ. ഷസാമ് കയറി വരുന്നു പെട്ടെന്ന്, എനിക്ക് പുച്ഛം വരുന്നു. പിന്നെന്തുള്ളത്, ഒരു യൂസർ മാനുവൽ സാധനം. പിന്നെ ഇതെന്താ സാധനം, ഇതിൻ്റെ ഇൻസ്റ്റാളേഷനാണ്. ഇത് ഫോണിലൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാന്നുള്ള സംഭവമാണ് പറയുന്നത്. ഇത് നമുക്ക് മെയിൻ സാധനം ഇങ്ങനത്തെ ഒരു പൗച്ചിലാണ് ഈ സാധനം വരുന്നത്. നമുക്ക് ഇതും കൂടെ തുറന്നു നോക്കാം. എയർപോർട്ട്സ് പോലെ ഉണ്ട് അല്ലേ? എയർപോർട്ട് പോലെ ഉണ്ട്. ഈ സാധനം ഓപ്പൺ ചെയ്യുമ്പോൾ കാണുന്നത് 2 മൈക്ക്. പിന്നെ ഇതാണ് ഇതിൻ്റെ റിസീവർ വരുന്നത്. ഇതാണ് നമ്മുടെ ഫോണിൽ കണക്ട് ചെയ്യേണ്ടത്. പിന്നെ 2 നമുക്ക് ഇവിടെ ഇങ്ങനെ കുത്തി സംസാരിക്കാൻ പറ്റിയ സാധനം. അങ്ങനെ 2 സാധനം. ഈ 2 സാധനം തന്നെ. ഇപ്പം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മളെ നോർമലി ഐഫോണിലുള്ള സൗണ്ടാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇത് കണക്ട് ചെയ്തിട്ട് എങ്ങനെയുണ്ട് എന്നുള്ള സൗണ്ട് നമുക്ക് നെക്സ്റ്റ് കേൾക്കാം കേട്ടോ. നമ്മളത് കണക്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇതാണ് കേട്ടോ നമ്മുടെ, ഇതാണ് റിസീവർ. ഇത് നമ്മുടെ ഏട്ടാ ഇതെങ്ങനെയാ മാറിപ്പോയടാ. ഞാൻ പെട്ടെന്ന് 16 ചിന്തിച്ചു പോയി ഗൈസ്, അതാണ് മാറിപ്പോയത്. നമ്മുടെ ലൈറ്റ്നിങ് കേബിള് ഇതുപോലെ കണക്ട് ചെയ്യാം. കണക്ട് ചെയ്തതിനു ശേഷം ഈ റിസീവർ ഇതിൽ കണക്ട് ചെയ്യുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് ബ്ലിങ്ക് ചെയ്യേണ്ടതാണ്. ഇതിന് ബ്ലിങ്ക് കാണിക്കുന്നില്ലല്ലോ. ഇവിടെ ലൈറ്റിംഗ് ഇൻഡിക്കേറ്റർ കാണിച്ചോട്ടോ. അപ്പോൾ നിലവിൽ ഈ സാധനം റിസീവർ അതിൽ കണക്റ്റ് ആണ്. ഇനി നമുക്ക് മൈക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ കാണുന്നത് ഒരു സൂം ചെയ്ത് കാണിച്ചു. ഇത് ഇവിടെ കാണുന്ന ഈ സ്വിച്ചിൽ ഇത് നോക്കി കഴിഞ്ഞാൽ മൈക്ക് ഇവിടെ കണക്റ്റ് ആവും. അപ്പോൾ നമ്മളത് കണക്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ഓണായി, മൈക്ക് ഓണായി. ഇനിയിപ്പോൾ നമുക്ക് 92% ചാർജും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. നമുക്ക് എന്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ സൗണ്ട് ആയിരിക്കണം നിങ്ങൾ അടുത്ത കേൾക്കുന്നത്. ഇപ്പം ഇത്ര നേരം കേട്ടത് ഐഫോണിലുള്ള സൗണ്ടും ഇനി കേൾക്കാൻ വേണ്ടി പോകുന്നത് ഇതിലുമാണ്. ഗൈസ്, നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ എന്താണ് അതിൻ്റെ പേര്, ഡിജിടെക് DWM105 എന്നുള്ള ഈ മൈക്കത്തെ സൗണ്ടാണ്. ഹലോ, ചെക്ക് ചെക്ക് ചെക്ക്. ഇതെങ്ങനെയുണ്ട് നിങ്ങൾ നോക്കി നോക്കിട്ടാ. ഇനി ഞാനൊരു 50 മീറ്ററോളം ഇത് വൈഡ് കിട്ടുന്നതാണ് പറഞ്ഞിരുന്നത്, ലോങ് കിട്ടുന്ന പറഞ്ഞിരുന്നത്. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ലോങ് പോയി നോക്കാം, എത്രത്തോളം ക്ലാരിറ്റി കിട്ടുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ തന്നെ നോക്കിക്കോട്ടോ. അപ്പോൾ ഞാനിതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കോട്ട് പോയി കിട്ടുന്നുണ്ടാവില്ല അച്ഛനെ, കിട്ടുന്നുണ്ടാവുമായിരിക്കും അല്ലേ, എനിക്കും അറിയില്ല. ഞാൻ ഇപ്പോൾ മാക്സിമം ഏകദേശം പിന്നെ അത്യാവശ്യം ദൂരെ ഇത്രയും ദൂരം ഉണ്ട് കേട്ടോ ഞാൻ. അപ്പോൾ ഇത് കിട്ടിക്കൊണ്ട് നമുക്ക് നോക്കി നോക്കാം, എന്നിട്ട് ബാക്കി നമുക്ക് കാര്യങ്ങൾ പറയാം. ഗൈസ്, ഞാനപ്പോൾ പിന്നെ പറയാൻ വിട്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ആക്റ്റീവ് നോയിസ് ക്യാൻസലേഷൻ ആണ്. അതായത് ഇപ്പോൾ ഇവിടെ നിലവിൽ പാട്ട് സോങ് കേൾക്കുന്നുണ്ട്, പക്ഷെ നിങ്ങൾക്കത് കേൾക്കുന്നുണ്ടോ എന്നാണ് എൻ്റെ ഡൗട്ട്. എനിക്ക് തോന്നുന്നു കേൾക്കുന്നുണ്ടാവില്ലായിരിക്കും. കാരണം ഞാനിപ്പോൾ പ്ലേ ചെയ്ത് നോക്കിയപ്പോൾ സൗണ്ട് നല്ല ക്ലാരിറ്റി ഉണ്ട്, അതുപോലെ തന്നെ പാട്ടൊന്നും കേൾക്കുന്നില്ല. അതുപോലെ തന്നെ നല്ല ഡിസ്റ്റൻസിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഇതെല്ലാം അടിപൊളി സാധനമാണ്. ഒരു യൂട്യൂബറിനെ സംബന്ധിച്ചിടത്തോളം, ഒരു ബിഗിനറിനെ സംബന്ധിച്ചിടത്തോളം വലിയ സാധനങ്ങൾ മേടിക്കാണ്ട് ചെറിയ സാധനത്തിൽ നിങ്ങൾക്ക് ഒതുക്കാൻ വേണ്ടി പറ്റും. ഗൈസ്, അപ്പോൾ നമ്മൾ ഇതിൻ്റെ പ്രൈസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 2600 രൂപയാണ് കേട്ടോ. അപ്പോൾ നമുക്കൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി എടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു അടിപൊളി
ഒരു മൈക്കാണത്. അപ്പൊ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കട്ടോ. ഇത് രണ്ടരം കൂടി കണക്ട് ചെയ്തിട്ട് ഞാനും മാഷിനും കൂടിയുള്ള ഒരു വീഡിയോ, അതായത് ഇത് ഏതൊരു മാള്, നമ്മളെ മാൾ ഓഫ് ഏഷ്യ എന്നുള്ളൊരു വ്ലോഗ് നമ്മൾ എന്ത് ചെയ്യുക അപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ കണ്ടൊക്കെ നോക്കി. ഈ പ്രൊഡക്റ്റ് മേടിക്കാനുള്ള ലിങ്ക് ഞാൻ എന്ത് ചെയ്യുക നമ്മുടെ ബയോയില് അല്ലെങ്കിൽ കമന്റ് ആയിട്ട് ആഡ് ചെയ്യാം കേട്ടോ. അപ്പൊ ശരി, ബൈ ബൈ.